ഹായ്, വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ. ഇതിവിടെ പതിവുള്ളൊരു കാര്യമാണ് കേട്ടോ. വേറൊന്നുമല്ല, ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുകയാണ്. ഒപ്പം നല്ല പൊറോട്ടയും. ആഡംബരങ്ങളൊന്നുമില്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ചിക്കൻ ഗ്രേവിക്കാണ് കേട്ടോ ഇവിടെ ഫാൻസ് കൂടുതലുള്ളത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു. സാധാരണ മക്കളെ വീട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴത്തെയും പോലെ ഇല്ലല്ലോ, നമുക്ക് അടുക്കളയിൽ നിന്ന് മാറാൻ സമയം ഉണ്ടാവില്ല. അതുമാത്രമല്ല, വേറെയും ഒരുപാട് ജോലികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്ര നേരവും ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു ചിക്കൻ ഗ്രേവി തട്ടിക്കൂട്ടുകയാണേ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് പൊറോട്ടയ്ക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. മോളെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ വന്നതും തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എങ്ങനെയാണെങ്കിലും മാസത്തിലൊരു ദിവസം നമ്മളിവിടെ പൊറോട്ട ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ അങ്ങനെയല്ല കേട്ടോ, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പം നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ മാസം സിലിണ്ടർ ഇല്ലാതെ ചെറുതായിട്ടൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങിയതാണേ. ചിക്കൻ ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്ത് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അതുമ്പോഴത്തേക്ക് ഇതാ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ പൊരിഞ്ഞ ജോലി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മറ്റൊരാൾ കൂടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, മോളാണ്. പൊറോട്ടയോടൊപ്പം കഴിക്കാനായിട്ട് ഒരു വെജ് കുർമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മോൾ അടുക്കളയിലോട്ട് വന്നിട്ടുള്ളത്. പാചകവും വാചകവും ചെറിയ വഴക്കമൊക്കെ ആയിട്ട് ഏതായാലും ജോലി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കി വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടും കേട്ടോ. ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനെ 3-4 പേരൊക്കെ കിച്ചണിൽ ഒരുമിച്ചുണ്ടാകുന്ന സാഹചര്യത്തിൽ നല്ല രസമാണ്. അങ്ങനെ വഴക്കും വാചകവും അടിയായിട്ട് പാചകം നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഒരാള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മറ്റേ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്ന ആളുടെ വായിലും മാത്രമല്ല പോകുന്നത്, പകരം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളുടെ വായിലും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ, താങ്ക് യു.